തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിദാ ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒൻപതാം ഭാഗം വോള്യം 1 9 ഭാഗം അതിൽ അധ്യായം 2 അതാണ് തുടങ്ങിയത്. 1883 ഏപ്രിൽ 8 ഞായറാഴ്ച ഭഗവാന്റെ ഭക്തന്മാർ ഒരുമിച്ച് ദക്ഷിണേശ്വരത്ത് ഇരിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ആ ഭാഗം. കഴിഞ്ഞ തവണ നമ്മളങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് മണിലാൽ മല്ലികൻ്റെ കാര്യമാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ അതിനു മുമ്പ് വേറെ ചില വിഷയം വന്നാണ് അത് മാറിപ്പോയത്. അതുകൊണ്ട് ഇത്തവണ നമുക്ക് മണിലാൽ മല്ലികനെക്കുറിച്ച് പറയാം. ആ അധ്യായത്തിൽ മണിലാൽ മല്ലികൻ വരുന്നതായിട്ടാണ്. രാവിലെ മറ്റ് ഭക്തന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ആ കൂട്ടത്തിൽ മണിലാൽ മല്ലികൻ വന്ന് നമസ്കരിച്ച് ഭഗവാന്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പം മണിലാൽ മല്ലികൻ വന്നിരിക്കുന്നത് കാശിയിൽ പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ പറയാൻ കൂടിയാണ് മണിലാൽ മല്ലികൻ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭഗവാന്റെ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ പോലെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ബാലക ഭാവത്തെക്കുറിച്ച് നമ്മളന്ന് പറഞ്ഞുപോയി. കഴിഞ്ഞ തവണ അതൊരു കുറച്ച് ഭാഗം നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു, ബാലക ഭാവത്തെക്കുറിച്ച്. അപ്പോൾ ബാലക ഭാവത്തെക്കുറിച്ച് മാത്രമായി നമ്മൾ ഈ വചനാമൃതം വായിക്കുന്ന കൂട്ടത്തിൽ ഭഗവാന്റെ ബാലക ഭാവത്തെക്കുറിച്ച് മാത്രം വിശകലനം ചെയ്താൽ തന്നെ എത്രയോ ദിവസങ്ങൾ നമുക്കത് പറയാനുണ്ടാവും. അതായത് ബാലക ഭാവത്തിൽ ചില അനുഭവങ്ങൾ പ്രായമാകുമ്പോൾ നമുക്കുണ്ടാവുന്നതായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ബാലകഭാവം എന്നുള്ളത് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ എല്ലാവരിലും ഈ ഒരു ഭാവം ഉണ്ടാകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയുള്ളവർക്കെന്ന് വെച്ചാൽ ഈ ജപസാധനകൾ ഉള്ളവർക്കാണിത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. എല്ലാവരിലും ഒരളവ് വരെ ഉണ്ട്. പക്ഷേ ജപസാധനകൾ കൂടുതലായിട്ടുള്ളവരിൽ ഈ ബാലകഭാവം ആകുമ്പോൾ ഈ ബാലകഭാവം ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം മനസ്സിലാക്കിയത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അച്ഛൻ 80 വയസ്സായ സന്ദർഭത്തിൽ അച്ഛനിങ്ങനെ ഇടയ്ക്കിരുന്നുകൊണ്ട് ആരോടോ വഴക്കുണ്ടാക്കുന്നതാണ്. ഒറ്റയ്ക്കിരുന്ന് ആരോടോ വഴക്കുണ്ടാകും. അപ്പോൾ ഇങ്ങനെ മാറിപ്പോ കൈവിട്, പിടി, തുടരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആരോ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടെന്നുള്ള മട്ടിൽ. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പട്ടുപാവാട ഉടുത്ത 2 പെൺകുഞ്ഞുങ്ങൾ എപ്പോഴും വന്ന് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പേരും പറഞ്ഞു. ആ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. എന്താണ്? ഈശ്വരി മഹേശ്വരി. ഇപ്പം വൈഫ് അത് കേട്ടിട്ട് പറഞ്ഞതാണ്. ഈശ്വരി എന്നും മഹേശ്വരി എന്നും പേരുള്ള 2 എൻ്റെ വൈഫിനാണ് അത് കൂടുതൽ അനുഭവം. കാര്യം എപ്പോഴും വീട്ടിലുള്ളത് വൈഫാണ്. അപ്പോൾ അച്ഛനിങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഈശ്വരിയെയും മഹേശ്വരിയെയും എപ്പോഴും അവർ വലിയ ശല്യക്കാരായ കുട്ടികളാണ്. പട്ടുപാവാടയൊക്കെ കൊടുത്ത് നല്ല സുന്ദരികളായ 2 കൊച്ചു കുഞ്ഞുങ്ങൾ.
അവർ വന്ന് അച്ഛൻ്റെ കൈ പിടിച്ച് വലിക്കുക, മേലെ പിടിച്ച് വലിക്കുക. ഇത് ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അടുത്ത് നിൽക്കുന്നവർക്ക് ഇത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ആ ചലനങ്ങൾ കാണുമ്പോൾ. അപ്പോൾ അച്ഛനിങ്ങനെ അവരെ ദേഷ്യപ്പെട്ട് ഓടിക്കുകയാണ്, ഈശ്വരിയും മഹേശ്വരിയൊക്കെ. അപ്പോൾ ഇത് അച്ഛനിങ്ങനെ പറയുന്നത് ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ ഇത് ഈ ക്ഷുതിരാമന്, ഞാനിത് പറയാൻ കാരണം ശ്രീരാമകൃഷ്ണദേവൻ്റെ അച്ഛൻ ക്ഷുതിരാമന് ബാലക ഭാവത്തിലാണ് ഭഗവത് ദർശനം ആദ്യം ഉണ്ടാകുന്നത്. ഈ ഭഗവത് ദർശനം ഉണ്ടാകുന്നത് ബാലക ഭാവത്തിലാണ്. അതായത് രാംലല്ല, ഇപ്പോൾ നമ്മൾക്ക് രാംലല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും. രഘുവീറിനെയാണ് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ബാലക ഭാവത്തിലുള്ള ശ്രീരാമനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ അച്ഛൻ ക്ഷുതിരാമൻ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് രാവിലെ പൂക്കൂടയുമായിട്ടൊക്കെ പൂ പറിക്കാൻ പോകും. ഈ രാമലല്ലയ്ക്ക് വേണ്ടിയിട്ട് പൂ പറിക്കാനൊക്കെ പോകും. അങ്ങനെ ഈ പൂ പറിക്കാൻ ഇറങ്ങുന്ന ആ സന്ദർഭത്തിൽ സർവാലങ്കാര വിഭൂഷിതയായ ഒരു 8 വയസ്സുള്ള ഒരു ബാലിക ഈ പൂ പറിക്കാനായിട്ട് ക്ഷുതിരാമനെ സഹായിക്കും. അപ്പം ക്ഷുതിരാമൻ്റെ കൂടെ ചെന്ന് ഈ കമ്പ്, ഈ പൂക്കളുള്ള ചെടിയുടെ കമ്പ് താഴ്ത്തി കൊടുക്കുക, അങ്ങനെയുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കും, കൂടെ നിൽക്കും. അപ്പോൾ ക്ഷുതിരാമനെ സംബന്ധിച്ച് അതൊരു വലിയ രസകരമായൊരു അവസ്ഥയാണത്. കാര്യം കൂടെ ഒരു കുട്ടിയും കൂടെ ഉള്ളതും ആ കുട്ടിയോടൊപ്പം തമാശയൊക്കെ പറഞ്ഞ് ക്ഷുതിരാമൻ പൂക്കൾ പറിക്കുന്നതും ഒക്കെ ഉള്ള ഒരു രംഗം. ഈ ബാലകഭാവം അനുഭവിക്കുകയാണ്. സാധകരായി മാറുന്ന പ്രായമായവർക്കാണ് ഈ ഒരു ബാലക ഭാവത്തിലുള്ള അതൊരു ഈശ്വരീയമായ ഒരു സാഹചര്യമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഈ ബാലകഭാവത്തിലുള്ള ഈ അനുഭവം, ഈശ്വരനോടുള്ള അനുഭവം നമുക്ക് വചനാമൃതത്തിൽ ഭഗവാന്റെ അവതാര കഥയിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട്. ഒന്ന്, ജടാധാരിയോടൊപ്പം വരുന്ന രാമലല്ല. ജടാധാരി ശ്രീരാമകൃഷ്ണദേവനോടൊപ്പം വന്നു. ദക്ഷിണേശ്വരത്ത് വന്ന ശേഷം മടങ്ങിപ്പോകാൻ സമയമായപ്പോൾ ഈ രാംലല്ലയെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ശ്രീരാമൻ്റെ ആ കുഞ്ഞു വിഗ്രഹം ഒരു ലോഹ വിഗ്രഹമാണ്. പക്ഷെ അത് ജടാധാരിയെ സംബന്ധിച്ചിടത്തോളം, ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഗ്രഹമല്ല, അത് ഒരു യഥാർത്ഥ ഒരു ബാലനാണ്. കൂടെ നടക്കുകയും കളിക്കുകയും അവരോടൊപ്പം എപ്പോഴും ഇടപെടുകയൊക്കെ ചെയ്യുന്ന കുസൃതിയുള്ള ഒരു ബാലരൂപമാണത്. അപ്പോൾ ആ രാംലല്ലയെ ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് നിർത്തിയിട്ട് ജടാധാരി ദക്ഷിണേശ്വരം വിട്ടു പോയപ്പോൾ ഈ രാംലല്ലയെ കൂടെ ശ്രീരാമകൃഷ്ണദേവന് കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തായി. പിന്നെ ഈ കളികളും തമാശയൊക്കെ ആയിട്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒപ്പം ഈ ബാലഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഭഗവാന്റെ ഭഗവത് ലീല വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേപോലെയാണ് ഗോപാലയർമായോടൊപ്പം ഉണ്ണികൃഷ്ണൻ. ഇപ്പോൾ ഗോപാലയർമായോടൊപ്പവും ഈ ഉണ്ണികൃഷ്ണൻ്റെ ബാലഭാവത്തിലുള്ള ആ ഈശ്വര സാന്നിധ്യമുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ ഭഗവാന്റെ ലീലയിൽ അതും വായിക്കുന്നുണ്ട്. അപ്പോൾ ഗോപാലയർമ ഈ കുഞ്ഞിനെ ബാലഭാവത്തിലുള്ള ഉണ്ണികൃഷ്ണനെ ഒക്കത്തെ എടുത്തുകൊണ്ടൊക്കെയാണ് വരുന്നത്. അത് ശ്രീരാമകൃഷ്ണദേവന് മനസ്സിലാവും. അത് മറ്റാർക്കും അത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല. പക്ഷെ ആ ചലനങ്ങളും ഈ ശ്രീരാമകൃഷ്ണദേവൻ അതറിയാം. അതുപോലെ അവരാ എടുത്തുകൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ തരത്തിൽ ബാലഭാവത്തിൽ ഈശ്വരനുമായിട്ടുള്ള ഒരു സഖ്യം, അത് സാധനയിൽ നല്ല രീതിയിൽ സാധന ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോൾ ഈ ബാലഭാവത്തിലുള്ള ഒരു സഖ്യം, ഈശ്വരനുമായിട്ടുള്ളൊരു സഖ്യം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ഈ ഭഗവാന്റെ ലീല വായിക്കുമ്പോൾ, ആ കഥ വായിക്കുമ്പോൾ, ലീലാമൃതം വായിക്കുമ്പോഴൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടും. ഞാനത് പറയാൻ കാരണം ഈ അധ്യായത്തിൽ ബാലഭാവത്തിലുള്ള ആ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ബാലഭാവത്തിലാണ് ഈ സന്ദർഭത്തിൽ, ഈ അധ്യായത്തിൽ ഭഗവാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ ബാലഭാവത്തിലാണ് ഇരിക്കുന്നത് എന്ന് മാസ്റ്റർ മഹാശയൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ സൂചിപ്പിക്കാൻ കാരണം. അപ്പോൾ ഈ കുരുക്ഷേത്രത്തിലെ തേരാളിയെയല്ല, മറിച്ച് വൃന്ദാവനത്തിലെ യശോദാനന്ദനെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം.
ഈ ബാലഭാവത്തോടുള്ള ഒരു ഭക്തൻ്റെ ആഭിമുഖ്യം അല്ലെങ്കിൽ ആ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിന് മുന്നണിയിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഗീത പറയുന്ന ശ്രീകൃഷ്ണനേക്കാളും നമുക്കിഷ്ടം വൃന്ദാവനത്തിൽ യശോദാബാലനായിട്ട് നന്ദനായിട്ട് ഓടിക്കളിക്കുന്ന അല്ലെങ്കിൽ അവിടെ കുസൃതി കാണിക്കുന്ന ശ്രീകൃഷ്ണനെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ ദ്വാരകാധിപനായ ശ്രീകൃഷ്ണൻ വരുന്നുണ്ട്. പക്ഷെ ദ്വാരകാധിപനായ ശ്രീകൃഷ്ണൻ്റെ ആ ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം കുചേലനുമായിട്ടുള്ള സംഗമമുള്ള സന്ദർഭമാണ്. കാരണം അവിടെയാണ് അവരുടെ ആ കളിക്കൂട്ടുകാരായ ബാല്യകാല ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആ ബാല്യകാല സഖ്യത്തിൻ്റെ ഒരു വലിയ സംഗമം നമ്മൾ അനുഭവിക്കുന്നത് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ വരുമ്പോൾ. അവിടെയും ഒരു ബാലഭാവത്തിലേക്ക് അവർ സ്വയം മാറുകയാണ്. രണ്ടുപേരും മുതിർന്നവരായി തീർന്നിട്ടും ആ ബാല്യകാലത്തെ ഓർമ്മകൾ കൊണ്ടവർ ബാലഭാവത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ടാണ് ഈ ജന്മാഷ്ടമി ആഘോഷങ്ങൾ നമ്മൾ ഇവിടെ നാട്ടിലിപ്പോഴും ആഘോഷിക്കുമ്പോൾ ജന്മാഷ്ടമി നടക്കും. പ്രത്യേകിച്ച് ഗുരുവായൂരൊക്കെ നടക്കുന്ന ജന്മാഷ്ടമി ആഘോഷങ്ങളിൽ കുചേലനും ഒരു പ്രധാന കഥാപാത്രമാണ്. ആ നൃത്തരംഗങ്ങളിലെല്ലാം ശ്രീകൃഷ്ണനോടൊപ്പം ഒരു വടി ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് കുചേലനെ നമുക്ക് കൂട്ടത്തിൽ കാണാം. ഈ ഒരു ബാലഭാവത്തിൽ ഭഗവാനുമായി നമ്മൾ അടുത്താൽ ഫലം ഉടൻ ലഭിക്കും എന്നാണ് ഉറപ്പ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ബാലഭാവത്തിൽ ഭഗവാനുമായിട്ട് നമ്മൾ ഒരു സഖ്യമുണ്ടായാൽ അതിൻ്റെ ഫലം നമുക്കുടനെയാണ് എന്നാണ് ഈ കഥകളെല്ലാം നമ്മെ സൂചിപ്പിക്കുന്നത്. ഭജനാമൃതത്തിലെ ഭക്തി പാരവശ്യത്തിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് പോയാൽ ഒരു നിമിഷം പോലും നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാൻ പറ്റില്ല. അതുപോലെയാണ് മാഷ്ടമഹാസ്യൻ ആ വിഷയത്തെ അത്രമാത്രം ഭക്തി നിർഭരമായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിതറിയാതെ ഈ ഒരു ബാലഭാവം എന്നുള്ള ഒരു പ്രയോഗം കൊണ്ട് തന്നെ നമ്മൾ ആ വായനയിൽ, വചനാമൃത വായനയിൽ ഒരുപാട് മേഖലകളിലേക്ക് നമ്മൾ അറിയാതെ പോകും. ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും വചനാമൃത വായനയിൽ. വചനാമൃതത്തിലെ ഭക്തിയോഗം എന്നതും ഒരു വലിയ ആസ്വാദ്യ വിഷയമാണ്. ഈ വചനാമൃതത്തിൽ നമ്മൾ ഈ വായിക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്ത് മാറ്റി മനനം ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം അത് ഈ ബാലഭാവം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തെ ഭക്തിയോഗത്തിൻ്റെ ഭാഗങ്ങൾ. അപ്പം ഇങ്ങനെ ഇത് പല ഗൃഹസ്ഥ ഭക്തന്മാരിൽ കൂടിയും നമുക്ക് ഈ ഭക്തിയോഗത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും വചനാമൃത വായന. അപ്പം ഇത്തരം അടർത്തിയെടുത്ത് ഉള്ള വായന കൊണ്ട് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങൾ അതാണ്. പല പല ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്തു വച്ച് ആ ഭാഗത്തെ കൂടുതൽ മനനം ചെയ്യുന്ന തരത്തിൽ നമ്മൾ ആ വായന പരിപോഷിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അനുഭൂതി വളരെ വ്യത്യസ്തമാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഞാനീ പറയാൻ പോകുന്ന മണിലാൽ മല്ലികൻ്റെ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് പറഞ്ഞു എന്ന് മാത്രം ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ 1883 ഏപ്രിൽ 8 ഞായറാഴ്ച ഈ ദിവസമാണ് നമുക്കിനി ഈ മണിലാൽ മല്ലികനുമായിട്ടുള്ള ഭഗവാന്റെ ആ സഖ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്നേ ദിവസം വന്നിട്ടുള്ള കുറച്ച് ആളുകൾ അന്ന് ദക്ഷിണേശ്വരത്ത് വന്നവരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തി മണിലാൽ മല്ലികനാണ്. മണിലാൽ മല്ലികൻ്റെ പ്രായം പറയുന്നത് ഏകദേശം 65 വയസ്സ് എന്നാണ് ഈ വചനാമൃതത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ഏകദേശം 65 വയസ്സ് വരും. വീട് കൽക്കട്ടയിൽ സിന്ദൂരിയാപ്പടി എന്ന സ്ഥലത്താണ്. അപ്പോൾ മണിലാൽ മല്ലികനുമായിട്ടുള്ള ഭാഗങ്ങൾ വചനാമൃതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിനകത്ത്. ഈ വചനാമൃതത്തിലുടനീളം മണിലാൽ മല്ലികൻ്റെ ഭാഗങ്ങൾ മാത്രം എടുത്ത് നമ്മളൊന്ന് വായിച്ചു പോകുമ്പോൾ അത് വളരെ വളരെ പ്രാധാന്യം വളരെ സുപ്രധാനമായിട്ട് തോന്നും. എല്ലാ ഭാഗങ്ങൾക്കും ആ സുപ്രധാനമാണ് എങ്കിൽ പോലും നമ്മൾ ഓരോ അനുഭൂതികളിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ഓരോരുത്തരെയെ മാത്രമായി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു തരം അനുഭൂതിയുണ്ട്. ഈ അനുഭൂതിക്ക് വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ ആധാർലാൽ സെന്നിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ മാത്രം വായിച്ചു പോകുമ്പോൾ അപ്പോൾ കിട്ടുന്ന അനുഭൂതി വേറൊരു തലത്തിലാണ്. അത് തന്നെയാണ് വിജയകൃഷ്ണ ഗോസ്വാമിയെക്കുറിച്ച് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേശവചന്ദ്രസേനെ കുറിച്ച് വായിക്കുമ്പോൾ ഓരോ വ്യക്തികളെയും ചുറ്റിപ്പറ്റി ഭക്തിയുടെ ഒരു വലിയ അനുഭൂതി നമുക്ക് ചുറ്റും നമുക്ക് അനുഭവപ്പെടും. അത് അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ
മാസ്റ്റർ മഹാശയൻ എത്ര മഹത്തരമായിട്ടാണ് ആ രംഗങ്ങൾ പുനരാവിഷ്കരിച്ച് നമുക്ക് മുമ്പിൽ കൊണ്ട് തന്നിരിക്കുന്നതെന്ന് നമുക്ക് ബോധ്യമാകുന്നത്. ഈ മണിലാൽ മല്ലികൻ ആദി ബ്രഹ്മസമാജത്തിൻ്റെ ഒരംഗമായിരുന്നു. അതായത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയൊക്കെ അച്ഛൻ ദേവേന്ദ്രനാഥ ടാഗോറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആദി ബ്രഹ്മ സമാജത്തിൻ്റെ അംഗമായിരുന്നു. കേശവചന്ദ്രസേനൻ പിന്നീട് അതിൽ നിന്ന് ആദ്യം അതിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ പിന്നീട് വിഭജിച്ച് മാറിയതുകൊണ്ട് ഈ മണിലാൽ മല്ലികനൊക്കെ ആദി ബ്രഹ്മസമാജ് ആദ്യത്തെ ആ ഗ്രൂപ്പിൽ തന്നെ നിലനിന്നുകൊണ്ടാണ് പോരുന്നത്. മണിലാൽ മല്ലികനുമായിട്ടുള്ള ഈ വ്യക്തിപരമായ വിവരണങ്ങളൊന്നും നമുക്ക് ലഭിക്കാനില്ല. കാരണം വചനാമൃതത്തിലോ ലീലാമൃതത്തിലോ ഒന്നും വ്യക്തിപരമായ ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചോ അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഒരിടത്തും പറയുന്നില്ല. പറയുന്നത് ഭഗവാനുമായിട്ടുള്ള സത്സംഗങ്ങളും ആനന്ദോത്സവങ്ങളും ഒക്കെ, ബ്രഹ്മോത്സവങ്ങൾ, ആ ബ്രഹ്മോത്സവങ്ങളൊക്കെ നടത്തുന്ന ആ സന്ദർഭങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ദക്ഷിണേശ്വരത്ത് വന്ന് നടത്തുന്ന സംഭാഷണങ്ങൾ, ഇതിലൊക്കെയാണ് മണിലാൽ മല്ലികനെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പം ഇതാണ് ആ മണിലാൽ മല്ലികൻ്റെ ഒരു ചുറ്റുപാടുകൾ വചനാമൃതത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹമായിട്ടുള്ള സത്സംഗം വചനാമൃതത്തിൽ മണിലാൽ മല്ലികനും ഭഗവാനുമായിട്ട് വരുന്ന സത്സംഗങ്ങളെല്ലാം തന്നെ വളരെ വിശേഷപ്പെട്ട ആധ്യാത്മികതയുടെ ഒരുപാട് തലങ്ങളിലേക്ക് പോകുന്ന തരത്തിലാണ് അത് മാസ്റ്റർ മഹാശയൻ നമുക്കത് വളരെ ചിട്ടയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. ഈ മണിലാൽ മല്ലികനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു വലിയ ധനികനാണ്, വലിയൊരു വ്യാപാരിയാണ്. എന്നാൽ ഇത്രയധികം സമ്പത്തുണ്ടായിട്ടും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അദ്ദേഹം വളരെ പിശുക്കനാണ് എന്നാണ് നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വളരെ ധനികനാണ്, അതേസമയം വ്യാപാരിയും ഒക്കെ ആയിട്ടുള്ളതാണ്. ഈ അത്രയും സമ്പന്നനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റേതായ ആവശ്യങ്ങൾ, സ്വന്തം ആവശ്യങ്ങളുടെ കാര്യം വരുമ്പോൾ അദ്ദേഹം വളരെ പിശുക്ക് കാണിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പിശുക്കനാണ് എന്നും പറഞ്ഞ് മണിലാൽ മല്ലികനെ പല സന്ദർഭങ്ങളിലും ഭഗവാൻ പോലും കളിയാക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ കളിയാക്കി മണിലാൽ മല്ലികൻ പരിഭവിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് വചനാമൃതത്തിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ വായിക്കുന്ന, നമ്മൾ ഈ 9-ാം ഭാഗത്ത് നമ്മൾ ഈ വായിക്കുന്ന 2-ാം അധ്യായത്തിൻ്റെ ഈ ഭാഗത്ത് അവിടെയും കാണാൻ രാഖാലിൻ്റെ നാട്ടിൽ ഭഗവാൻ അവിടെ മണിലാൽ മല്ലികനോട് പറയുന്നുണ്ട്. കാര്യം ഇയാളൊരു വലിയ സമ്പന്നനാണ്. അപ്പോൾ രാഖാലിൻ്റെ നാട്ടിൽ, അതായത് ബസീഹട്ട്, അവിടെ ബസീഹട്ടിനടുത്ത് വേനൽക്കാലത്ത് ജലക്ഷാമം വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് അവിടെ ഒരു കുളം കുഴിച്ച് കൊടുത്താൽ നന്നായിരിക്കുമെന്ന് ഭഗവാൻ മണിലാൽ മല്ലികനോട് പറയും. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു കുളം ഈ ബസീഘട്ടിൽ നീ ഒരു കുളം കുഴിച്ച് കൊടുക്കുകയാണെങ്കിൽ, ബംഗാളിൽ നമ്മൾ പല ഭാഗത്തും നമ്മളിത് കണ്ടിട്ടുണ്ട്. കാര്യം വീടുകളോടൊക്കെ അനുബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തോടനുബന്ധിച്ച് ധാരാളം കുളങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് ഒരു കുഴിച്ച് ആ ജലം അതിൽ നിന്നാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നീ ഒരു കുളം കുഴിച്ച്, നല്ലൊരു കുളം കുഴിച്ച് കൊടുക്കുകയാണെങ്കിൽ, അതായത് ആ ഗ്രാമത്തിന് മുഴുവൻ ഉപയോഗിക്കുന്ന തരത്തിൽ ഒരു നല്ല കുളം കുഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് എത്ര പേർക്ക് ഉപകാരപ്പെടുമെന്നാണ് നീ വിചാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഭഗവാൻ തന്നെ പറയും, നിനക്കാണെങ്കിൽ ധാരാളം പണമുണ്ട്, ഈ പണമെല്ലാം കൊണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതാണ് ഭഗവാൻ ചോദിക്കുന്നത്. നിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണം, നീ ഈ പണം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ഭഗവാൻ മണിമല്ലികൻ്റെ സമുദായത്തിൻ്റെ കാര്യം എടുത്തിട്ട് പറഞ്ഞു, നീ ഇന്ന സമുദായത്തിൽപ്പെട്ട ആളല്ലേ, ആ സമുദായത്തിൽപ്പെട്ടവരൊക്കെ വലിയ പിശുക്കന്മാരാണ് എന്ന് പറഞ്ഞു. ഈ വചനാമൃതം എഴുതുന്ന സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെ ആ സാമുദായികമായ പേര് പറയുന്നത് ശരിയല്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ കാലഘട്ടം. അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാത്തത്. ഏത് സമുദായമാണെന്ന് ഭഗവാൻ പറഞ്ഞതാണ്, വചനാമൃതത്തിലുള്ളതാണ്. പക്ഷെ അത് നമ്മൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ ആ പേര് പ്രത്യേകം പറയാഞ്ഞത്. ഏതായാലും മണിലാൽ മല്ലികൻ്റെ ആ സമുദായത്തെ കളിയാക്കിക്കൊണ്ട് ആ കൂട്ടരെല്ലാം വളരെ പിശുക്കന്മാരാണ് എന്ന് കേട്ടിട്ടുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോഴാണ് മണിലാൽ മല്ലികന് ദേഷ്യം വന്നത്. അദ്ദേഹത്തിന് വലിയ പരിഭവമായി. എന്നിട്ട് മണിലാൽ മല്ലികൻ വളരെ രൂക്ഷമായിട്ട് ഭഗവാനോട്
പിണങ്ങിയ മട്ടിൽ, അല്ല ദേഷ്യം എന്ന് പറയുമ്പോൾ ഒരു കോപം കൊണ്ടുള്ളതല്ല, പിണങ്ങിക്കൊണ്ട് അങ്ങ് കുളത്തിൻ്റെ കാര്യം പറഞ്ഞു. അത്രയും പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ കേട്ടു, അങ്ങ് കുളം കുഴിക്കണം, കുളം കുഴിച്ചാൽ ഇത്രയും പേർക്കൊക്കെ ഗുണം കിട്ടും, ഇതൊക്കെ അങ്ങ് പറഞ്ഞ വളരെ നല്ല കാര്യം, അത്രയും മതിയായിരുന്നു. അതിൻ്റെ പിന്നാലെ എൻ്റെ സമുദായത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് എന്തിനാണ് എന്നും പറഞ്ഞ് മണിലാൽ മല്ലികൻ വളരെ സങ്കടത്തോടുകൂടി അത് പറഞ്ഞു. അപ്പോൾ ഭഗവാനപ്പോൾ അത് ചിരിച്ചു. അങ്ങ് കൂടെ നിൽക്കുന്ന അന്നപ്പോൾ കൂടെ നിൽക്കുന്നവരും എല്ലാം അന്ന് ചിരിച്ചു. അപ്പോൾ അവരത് ഭഗവാൻ അത് തമാശയായിട്ടെടുത്തു. എങ്കിലും മണിലാൽ മല്ലികന് അതൊരു വലിയ ക്ഷതമായി എന്നുള്ള രീതിയിലാണത് ആ സന്ദർഭം ഉണ്ടായത്. എങ്കിലും ഭഗവാൻ അത് തമാശ പോലെ എടുത്ത് ചിരിച്ചങ്ങ് കളഞ്ഞു. അപ്പോൾ ഒരു കാര്യം ആലോചിക്കാൻ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ മണിലാൽ മല്ലികൻ ഈ സ്വന്തം കാര്യത്തിൽ മാത്രമാണ് മണിലാൽ മല്ലികന് പിശുക്കുള്ളൂ. അതേസമയം മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നിടത്ത് മണിലാൽ മല്ലികന് പിശുക്കൊന്നുമില്ല. അതായത് മണിലാൽ മല്ലികന് കൽക്കത്തയിൽ സിന്ദൂരിയാപ്പടിയിലാണ് ഒരു വീടുള്ളത്. സിന്ദൂരിയാപ്പടി എന്ന സ്ഥലത്താണ് ഒരു വലിയൊരു ബംഗ്ലാവ് ഉള്ളത്. സിന്ദൂരിയാപ്പടിയിലാണ്. അത് കൽക്കട്ട നഗരത്തിന് മധ്യത്തിലുള്ള ഒരു തെരുവാണ്. അതേപോലെ തന്നെ വരാഹനഗരത്തിൽ ബാരാനഗർ എന്ന് പറയുന്ന കൽക്കട്ടയ്ക്ക് പ്രാന്തപ്രദേശം ദക്ഷിണേശ്വരത്തോട് അടുക്കുമ്പോൾ ഹൂഗ്ലി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു വരാഹനഗരം എന്ന് പറയുന്ന മറ്റൊരു മേഖല. ആ വരാഹനഗരത്തിലും ഒരു വലിയ തോട്ടവും വീടുമൊക്കെ ഉണ്ട്. അതാണ് ഇയാളൊരു വലിയൊരു ധനികനാണ്. അപ്പം സിന്ദൂരിയാപ്പടിയിൽ നിന്ന് ഇത്രയും ധനികനായ ഇവിടെ മാത്രമല്ല, വേറെയും പല സ്ഥലത്തും ഇദ്ദേഹത്തിന് ധാരാളം സ്വത്തും വകകളൊക്കെ ഉള്ള വലിയ സമ്പന്നൻ, നമുക്ക് വിചാരിക്കാവുന്നതിലൊക്കെ ഉപരി വലിയ സമ്പന്നനാണ്. അപ്പോൾ ഈ സിന്ദൂരിയാപ്പടിയിലെ വീട്ടിൽ നിന്ന് വരാഹനഗരത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്, ഈ സിന്ദൂരിയാപ്പടിയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വരാഹനഗരത്തിലെ വീട്ടിലേക്ക് വരുന്നതാണ്. വരുമ്പോൾ ആദ്യം ട്രാമിൽ കയറും. അതായത് സിന്ദൂരിയാപ്പടിയിൽ നിന്ന് കൽക്കട്ട ടൗണിൽ നിന്ന് ഒരു ട്രാമിലാണ് കയറുന്നത്. ഈ ട്രാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര ദൂരം സഞ്ചരിച്ചാലും അതിന് ഒരു ചാർജാണ്. എവിടുന്ന് വേണേൽ നമുക്ക് കയറാം, എവിടെ വേണേ ഇറങ്ങാം, ഒറ്റ ചാർജേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആ ട്രാമിൻ്റെ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ഏറ്റവും ചിലവ് കുറഞ്ഞ, അന്നും ഇന്നും ഈ അടുത്ത കാലം വരെ ട്രാം ഒക്കെ ഉണ്ടായിരുന്നു കൽക്കട്ടയിൽ. പിന്നീട് അതങ്ങ് നിർത്തലാക്കി. പിന്നെ ഇപ്പോൾ ഏതാണ്ട് ഒരു ട്രാം മാത്രം ആ പഴയ പരമ്പരാഗതമായ ആ ട്രാമിനെ നിലനിർത്തുന്നുണ്ട്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നിലനിർത്തുന്നറിയണം. എന്തായാലും ഇപ്പോൾ ട്രാമൊന്നും സർവീസിലില്ല. അപ്പോൾ അന്നത്തെ ഈ ട്രാമിൽ എവിടുന്ന് വേണേൽ ആളുകൾക്ക് കയറാം. അതുപോലെ ട്രാം ഈ റെയിൽവേ റോഡിൻ്റെ നടുക്കൂടെ പാളമിട്ട് പോകുന്നതാണ്. പാളം ഇങ്ങനെ കുഴിച്ച് ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് വണ്ടികൾക്കും സഞ്ചരിക്കാൻ പ്രയാസമില്ല. അപ്പോൾ ഈ ട്രാമിൻ്റെ വേറൊരു പ്രത്യേകത, ഈ ട്രാം ഒരിടത്തും പ്രത്യേകിച്ച് നിർത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതിനകത്ത് കയറാം. കാര്യം ആ സ്പീഡേ അതിനുള്ളൂ. ഏതാണ്ട് 15 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ്, ഇപ്പോൾ വളരെ സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കയറാം, എവിടെ വെച്ച് വേണമെങ്കിലും ഇറങ്ങിപ്പോകാം. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് ഒറ്റ ടിക്കറ്റേ ഉള്ളൂ. എവിടെ വേണമെങ്കിലും ഇറങ്ങുക കയറുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് ഇത്രയും ധനികനായ മണിലാൽ മല്ലികൻ ആ ട്രാം ഏറ്റവും അന്നത്തെ കാലത്തും ഏത് കാലത്തെടുത്താലും ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു യാത്രാമാർഗം ആയ ട്രാമാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ആ ട്രാമിൽ കയറി എന്നാൽ അയാളുടെ അടുത്ത വീട് ബാരാനഗറിലാണ്. എന്നാൽ ഈ ട്രാമിൽ കയറി ബാരാനഗർ വരെ വരുമോ? അത് വരില്ല. ഇയാൾ ചെയ്യുന്നത് കൽക്കട്ട സിന്ദൂരിയാപ്പടിയിൽ നിന്നൊരു ട്രാമിൽ കയറിക്കഴിഞ്ഞാൽ അടുത്തത് അയാൾ ഇറങ്ങുന്നത് ശോഭാ ബസാർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇറങ്ങും. അപ്പോൾ ശോഭാ ബസാറിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇയാളുടെ വീട് ഇരിക്കുന്ന വരാഹനഗരത്തിലേക്ക് പിന്നെ നടക്കുകയാണ് പതിവ്. അപ്പോൾ ആലോചിച്ചു, ഇയാൾ പൈസയോടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ സൂക്ഷിച്ച് ചിലവാക്കുന്ന ഒരാളാണെന്നുള്ള നിലയിലാണ്. ഒരു റിക്ഷ പിടിക്കുകയോ അല്ലെങ്കിൽ ഇതിനായി ഒരു കുതിരവണ്ടി പിടിക്കുകയോ ഇതൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ആളുകൾ എപ്പോഴും ഈ മണിലാൽ മല്ലികനെ പിശുക്കൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഒരിക്കൽ ഈ കാര്യം മണിലാൽ മല്ലികനോട് പറഞ്ഞു, നിനക്ക് ഇങ്ങനെ പിശുക്ക് തുടങ്ങിയാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനകത്ത് പ്രധാന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുമ്പോൾ നമ്മുടെ ദക്ഷിണേശ്വരത്ത് വരുന്ന സന്ദർഭത്തിൽ ഈ മണിലാൽ മല്ലികൻ ദക്ഷിണേശ്വരത്ത് വരുമ്പോൾ
ഇതേപോലുള്ള രീതിയിലാണ് ദക്ഷിണേശ്വരത്തും വരുന്നത്. ഭഗവാൻ ചോദിക്കും, ഈ ദക്ഷിണേശ്വരത്ത് വരുമ്പോൾ മണിലാൽ മല്ലികനോട് ചോദിക്കും, നീ എങ്ങനെയാണ് ദക്ഷിണേശ്വരത്തേക്ക് വന്നത് എന്ന് ചോദിക്കും. അപ്പോൾ മണിലാൽ മല്ലികൻ പറഞ്ഞു, ഞാൻ സിന്ദൂരിയപ്പടിയിലെ വീട്ടിൽ നിന്ന് ഗാരൻഹട്ട എന്ന് പറയുന്ന സ്ഥലം വരെ, അത് വേറൊരു സ്ഥലം, ഈ സിന്ദൂരിയപ്പടിയിൽ നിന്നുള്ള വീട്ടിൽ നിന്ന് ഗാരൻഹട്ട വരെ നടന്നു വരും. എന്നിട്ട് അവിടെ നിന്ന് ഈ ഗാരൻഹട്ട ഒരു അല്പം ട്രാഫിക്കുള്ള സ്ഥലമാണ്. ഈ ഗാരൻഹട്ടയിൽ വന്നതിന് ശേഷം അവിടെ നിൽക്കും. എന്തിനാണെന്നറിയുമോ? ലിഫ്റ്റ് കിട്ടുമെന്ന് നോക്കാൻ. എന്നിട്ട് വേണം ബാരാനഗറിൽ പോകുന്ന വല്ലവരുടെയും വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ അത് റിക്ഷയാണെങ്കിൽ ആ ഒരാൾ പോകുന്ന റിക്ഷയിൽ ഒരാൾ കൂടെ കയറാം. അപ്പോൾ പകുതി പൈസ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഷെയർ എടുത്ത്, അന്നത്തെ കാലത്ത് അങ്ങനെ ആളുകൾ പോകും. കുതിരവണ്ടിയൊക്കെ പോകുമ്പോൾ ഒരാളെ കൂടെ കയറ്റും, അല്ലെങ്കിൽ 2 പേർക്കോ 3 പേർക്കോ കുതിരവണ്ടിയിൽ കയറാം. ഇപ്പോൾ നമ്മൾ ഈ ഓട്ടോറിക്ഷയൊക്കെ ചിലയിടത്ത് അങ്ങനെ ഓടുന്ന പോലെ, അപ്പോൾ അതിൽ കയറാം. അപ്പോൾ ഈ മണിലാൽ മല്ലികൻ ഈ ഗാരൻഘാട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഈ അവിടെ വരെ നടന്നു വന്നിട്ട് ഗാരൻഘാട്ടയിൽ നിന്ന് ആരെങ്കിലും ഈ ബാരാനഗറിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന റിക്ഷയുടെ കൂടെ ഷെയർ കൊടുത്തിട്ട് അതിൽ കയറി വരും. എന്നിട്ട് ബാരാനഗറിൽ ഇറങ്ങിക്കഴിഞ്ഞാലും പിന്നെ ദക്ഷിണേശ്വരം വരെ വരണം. അത് ബാരാനഗറിൽ നിന്ന് ദക്ഷിണേശ്വരം വരെ പിന്നെ നടക്കും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ദക്ഷിണേശ്വരത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇയാളുടെ മുഖമെല്ലാം കൂടെ ചുമന്ന് ഇത്രയും കഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ചുമന്ന് വല്ലാതെ രക്തം ഇങ്ങനെ തളം കെട്ടി നിൽക്കും മുഖത്തൊക്കെ. ഇത് കണ്ടിട്ട്, ഇയാളുടെ ഈ പ്രയാസം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയാണ് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചത്, ഇങ്ങനെ ത്യാഗം സഹിച്ച് എന്തിനാണ് നീ ഇവിടെ വരുന്നത്? ഒരു കുതിരവണ്ടിയിൽ വന്നാൽ നിനക്ക് എന്താണ് കുഴപ്പം? നിനക്ക് എന്തിൻ്റെ കേടാണ്? നിനക്ക് ഇത്രയും സമ്പന്നനാണ്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അതിന് മണിലാൽ മല്ലികൻ പറഞ്ഞ മറുപടി, ഭഗവാനോട് പറഞ്ഞ മറുപടി വളരെ പ്രധാനമാണ്. ഒരു കുതിരയെ കെട്ടിയ വണ്ടിയിൽ ഞാൻ യാത്ര ചെയ്താൽ, നോക്കൂ, എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, ഞാനത് വാടകയ്ക്ക് കൊടുത്തിട്ട് ഒരു കുതിര കെട്ടിയ വണ്ടിയിൽ ഞാൻ യാത്ര ചെയ്താൽ അത് കാണുന്ന എൻ്റെ മകൻ 2 കുതിര കെട്ടിയ വണ്ടിയിലേ യാത്ര ചെയ്യൂ. നോക്കൂ, അത് ഇന്നത്തെ കാലത്തും വളരെ പ്രസക്തമായൊരു കാര്യമാണ്. പലരിലും ഈ സാഹചര്യം ഇന്നത്തെ പല ആളുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകളും എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഇത് വായിച്ച് പറഞ്ഞതല്ല, ഈ ഒരു സാഹചര്യം. കാരണം അച്ഛൻ ചെലവാക്കുന്നതിൻ്റെ ശൈലി അനുസരിച്ചാണ് മക്കൾ ചെലവാക്കുന്നതിൻ്റെ ശൈലി. അത് അച്ഛൻ ചെലവാക്കുന്ന പോലെ അല്ല. അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ വളരെ ലാവിഷായിട്ടായിരിക്കും മക്കൾ ചെലവാക്കുന്നത്. നോക്കൂ, ഇത് എത്രയോ വർഷം, 100-100 വർഷം മുമ്പ് ഒരു ഗൃഹസ്ഥ ഭക്തൻ പറയുന്നതാണിത്. ഞാൻ ഒരു കുതിര കെട്ടിയ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ എൻ്റെ മകൻ 2 കുതിര കെട്ടിയ വണ്ടിയിലേ യാത്ര ചെയ്യൂ. അത്രയും ധൂർത്തനാകും എൻ്റെ മകൻ. എന്നിട്ട് ഭഗവാനോട് അങ്ങ് തന്നെ പറഞ്ഞു, ഗൃഹസ്ഥൻ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി ധനം കരുതണം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരോടെല്ലാം ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഒരു ഉപദേശമാണത്. നിങ്ങൾ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി ധനം കരുതണം. എന്നിട്ട് അതങ്ങ് തന്നെയല്ലേ ഇങ്ങനെ എന്നോട് പറഞ്ഞത്? അങ്ങനെ എൻ്റെ സമ്പാദ്യത്തിൻ്റെ, എൻ്റെ സ്വത്തിൻ്റെ ഒരു പങ്ക് ഞാൻ അങ്ങനെ ചിലവാക്കണം, ബാക്കി ധനം ഞാൻ ദാനധർമാദികൾക്ക് വേണ്ടി ചിലവാക്കണം എന്നാണ് അങ്ങ് പറഞ്ഞത്. ഇപ്പം അതേണ്ടില്ലേ, രാഖാലിൻ്റെ നാട്ടിൽ കുളം കുഴിച്ചു കൊടുക്കാനൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. അത് മണിലാൽ മല്ലികൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങ് പറയുന്നുണ്ട് ദാനധർമാദികൾ കൂടെ ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരംശം ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചിലവാക്കുന്നു, മകനും വേണ്ടി ചിലവാക്കുന്നു. ബാക്കി ഭാഗം പണം ഞാൻ പൂർണ്ണമായും ദാനധർമാദികൾക്ക് വേണ്ടി ചിലവാക്കുന്നു. എനിക്ക് വേണ്ടി ഞാൻ ചിലവാക്കുന്നിടത്ത് മാത്രമാണ് ഞാൻ ഏറ്റവും എങ്ങനെയൊക്കെ ലാഭിക്കാം എന്ന് നോക്കുന്നത്. എൻ്റെ സ്വന്തം കാര്യത്തിൽ മാത്രമാണ്.
ഈ മകനെക്കുറിച്ചുള്ള ഈ പറച്ചിൽ ഒരു കാര്യം കൂടെ പിന്നീട് കാണുന്നത്, നമ്മൾ ആ വായനയിൽ മണിലാൽ മല്ലികൻ്റെ ജീവിതം പഠിച്ചു പോകുമ്പോൾ കാണുന്നത്, ആ ഒരു മകൻ ധൂർത്തനാകാതിരിക്കാനുള്ളതാണല്ലോ. ആ മകൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്നു. അതോടുകൂടി മണിലാൽ മല്ലികൻ വളരെ മാനസികമായി തകർന്ന അവസ്ഥയിലെത്തുന്ന ഒരു ഭാഗം കൂടെ വചനാമൃതത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഭാഗം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമാണ് മണിലാൽ മല്ലികൻ ഈ പിശുക്ക് കാണിക്കുന്നുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ടാണ് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ദാനധർമാദികൾ അന്നത്തെ ഒരു നടപ്പനുസരിച്ച് ദാനധർമാദികൾ ചെയ്തില്ലെങ്കിൽ ധനം അതായത് ചെയ്യുന്നത് എന്തിന് എന്ന് ഭഗവാൻ കാശി പോയിട്ട് വന്ന ആ കഥ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. മണിലാൽ മല്ലികൻ കാശിയിൽ പോയിട്ട് വരുമ്പോൾ ഭഗവാൻ തന്നെ ചോദിക്കുന്നുണ്ട്, സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ അവിടെയുള്ള സാധുക്കൾക്ക്, സാധു എന്നുദ്ദേശിച്ചത് പാവപ്പെട്ടവർ എന്നല്ല, സന്യാസിമാർക്ക് ദാനം ചെയ്തോ, പണം ദാനം ചെയ്തോ എന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മണിലാൽ മല്ലികൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ദാനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ ചെയ്യണം, സന്യാസിമാർക്ക് ദാനം ചെയ്യണം. കാര്യം അവർ സമ്പാദിക്കുന്നില്ലല്ലോ. അവർ സ്വന്തം കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനു വേണ്ടിയും പണം സമ്പാദിക്കാൻ ഉള്ള ജീവിത രീതി സ്വീകരിച്ചവരല്ല അവർ. എന്നിട്ട് ഭഗവാൻ തന്നെ ചോദിച്ചു, അപ്പോൾ അവർക്ക് വായുഭക്ഷണം മതിയെന്നാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അവർ ഈ വായുഭക്ഷണം കഴിച്ച് ജീവിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവർക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ചെറിയ അംശം നിങ്ങൾ അവർക്ക് വേണ്ടി ദാനം ചെയ്യണം. അത് ചെറിയ തുകയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സന്യാസിമാർക്ക് ദാനം ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അന്ന് പറഞ്ഞ പോലെ മണിലാൽ മല്ലികൻ അതാണ് പറഞ്ഞത്, ഞാൻ എല്ലായിടത്ത് പോകുമ്പോഴും ഈ ദാനധർമാദികൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പണം, എൻ്റെ ചെലവിലാണ് ഞാനിത് ചുരുക്കുന്നത്. എൻ്റെ ചെലവ് കൊണ്ടാണ് ഞാനിത് ചുരുക്കി ഈ പണം ലാഭിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിനകത്ത് യാതൊരു പിശുക്കും കാണിക്കാറില്ല എന്നാണ്. നോക്കൂ, മണിലാൽ മല്ലികൻ ഇത്രയും പിശുക്ക് കാണിക്കുന്ന മണിലാൽ മല്ലികനെക്കുറിച്ച് പറയുന്ന വേറൊരു ഭാഗത്ത് പറയുന്നൊരു കാര്യം, അതുകൂടെ കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ മണിലാൽ മല്ലികൻ്റെ ആ വലുപ്പം മനസ്സിലാകുന്നത്. മണിലാൽ മല്ലികൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി 25,000 രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി 25,000 രൂപ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നിരുന്ന് നമ്മളിത് പറയുമ്പോൾ 25,000 രൂപ വലിയൊരു തുകയായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ അന്ന് ഈ തുകയുടെ വലുപ്പം അറിയണമെങ്കിൽ അതിൻ്റെ ഒരു താരതമ്യ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താണ് ആ താരതമ്യ പഠനം? ദക്ഷിണേശ്വരം ക്ഷേത്രം ഇരിക്കുന്ന മുഴുവൻ സ്ഥലത്തിൻ്റെയും വില 50,000 രൂപ മാത്രമാണ്. നോക്കണം, ദക്ഷിണേശ്വരം ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ വില 50,000 രൂപ കൊടുത്താണ് റാണി രാസമണി അത് വാങ്ങിയത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ മുഴുവൻ തുകയുടെ, ഈ ദക്ഷിണേശ്വരത്ത് ഭഗവാനുമായിട്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത്, ഈ പിശുക്കിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ആ ദക്ഷിണേശ്വരം ഇരിക്കുന്ന ആ ക്ഷേത്രം ഇരിക്കുന്ന പ്രമിസിസിൻ്റെ, ആ സ്ഥലത്തിൻ്റെ, ആ ഭൂമിയുടെ വില 50,000 രൂപയാണ്. അപ്പോൾ മണിലാൽ മല്ലികൻ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചത് 25,000 രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം ആലോചിച്ചാൽ മതി. അതിൻ്റെ വലിപ്പമാണ്. അപ്പോൾ ഇയാളൊരു പിശുക്കനാണെന്ന് പറയാൻ പറ്റുമോ? അതേസമയം ദക്ഷിണേശ്വരത്തേക്ക് വരാൻ ഇതേപോലെ ഷെയർ എടുത്ത് വണ്ടി പിടിക്കുക, പരമാവധി ദൂരം നടക്കുക, കഷ്ടപ്പെട്ടാണ് വരുന്നത്. ഒരായുസ് മുഴുവനും ഇയാൾ ലാവിഷായിട്ട് കുതിരവണ്ടി സ്വന്തമായി ഉപയോഗിച്ചാലും, അല്ലെങ്കിൽ ഒരു കുതിരവണ്ടി വാടകയ്ക്കെടുത്ത്, സ്ഥിരമായി കുതിരവണ്ടി വാടകയ്ക്കെടുത്ത് വെച്ചാൽ പോലും തീരാത്തത്ര ധനമാണ് ഇയാൾക്കുള്ളത്. അത്രമാത്രം സമ്പന്നനാണ്. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള, നോക്കൂ, ഇവിടെ ഒരു ഭക്തൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ വാക്ക് കേട്ടിട്ട് എങ്ങനെയാണ് സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നത്? അതും ആലോചിച്ച് നോക്കണം. ഇത് ആദ്യ ബ്രഹ്മസമാജത്തിൻ്റെ അംഗം കൂടിയാണ്. അവരാരും ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ ഒരു പാതയിൽ വരുന്ന ആളല്ല, മണിലാൽ മല്ലികനും അല്ല.
മണിലാൽ മല്ലികനും ഇതിനകത്ത് ഭഗവാൻ പറയുന്ന പോലെ സാകാരത്തെ ധ്യാനിക്കുകയോ അല്ലെങ്കിൽ ഈശ്വരനെ സാകാര രൂപത്തിൽ കാണുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. മാത്രമല്ല ബ്രഹ്മസമാജത്തിൻ്റെ മുഴുവൻ നിയമാവലികൾക്കകത്ത് അടിയുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അയാളുടെ ജീവിതത്തിൽ അയാൾ അനുഷ്ഠിച്ചു വരുന്ന പല കാര്യങ്ങളും ഭഗവാന്റെ ഉപദേശം അയാൾ സ്വീകരിക്കാൻ തയ്യാറായി. അതാണ് ഇത്രയും സമ്പന്നനായിട്ടും ഭഗവാൻ പറഞ്ഞ പോലെ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടി ഒരു പങ്ക് ഞാൻ മാറ്റിവെക്കുന്നു, ഒരു ഗൃഹസ്ഥൻ എന്നുള്ളതിൽ അതിൻ്റെ ധർമ്മം. ബാക്കി പണം മുഴുവനും അദ്ദേഹം ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് സ്വന്തം ആവശ്യത്തിന് അദ്ദേഹം നടന്നും മറ്റുള്ളവരുമായിട്ട് വണ്ടിക്ക് ഷെയർ എടുത്തുമൊക്കെ കഷ്ടപ്പെട്ട് സമയമെടുത്ത് എത്രയോ ബുദ്ധിമുട്ടിയാണ് അയാൾ വരുന്നത്, ഭഗവാന്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് വരിക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, അതാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഭഗവത് ഭക്തിയുടെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് മണിമല്ലികനിലൂടെ നമ്മൾ ഒരു വ്യത്യസ്തമായ രീതി. നമ്മൾ പല ഭക്തന്മാരെ കണ്ട കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്ന ഒരാളാണ് മണിമല്ലികൻ. അതാണ് ഇവിടെ നമ്മൾ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതേപോലെ ഈ മണിമല്ലികൻ്റെ കാര്യത്തോട് പറയുന്ന ഇടയ്ക്ക് ഒരു ശംഭു ചരൺ മല്ലിക്കിൻ്റെ സ്വഭാവ രീതി ഇവിടെ വരുന്നുണ്ട്. ഈ മണിമല്ലികൻ ഒരിടത്തുനിന്ന് കയറി നടന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ദക്ഷിണേശ്വരത്ത് വരുന്നത്. ഇതേപോലെ സഞ്ചരിക്കുന്ന വേറൊരാളെയും ഈ വചനാമൃതത്തിൽ നമുക്ക് ഇടയ്ക്ക് കാണാം. ശംഭു ചരൺ മല്ലിക് ഏതാണ്ട് ഒരേ സ്വഭാവമാണ്. അതായത് ശംഭു ചരൺ മല്ലിക്കിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് വായിക്കാവുന്ന ഒരു ഭാഗം 1-ാം വോള്യത്തിൽ 11-ാം ഭാഗത്തിൽ പറയുന്നുണ്ട്. 1-ാം വോള്യം 11-ാം ഭാഗം, അവിടെയാണ് ശംഭു ചരൺ മല്ലികിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ശംഭു മല്ലികൻ ബാഗ്ബസാറിൽ നിന്ന് നടന്നാണ് ദക്ഷിണേശ്വരത്ത് വരുന്നത്. ഇതേ സാഹചര്യം തന്നെയാണ്. ഓരോ ഭക്തന്മാരുടെ രീതിയാണ് ഇത് പറയുന്നത്. നമ്മളത് വായിക്കുമ്പോൾ ആ ഓരോ ഭക്തന്മാർ എങ്ങനെയൊക്കെയാണ് ഭഗവാനെ കാണാനായിട്ട് വരുന്നത്, ഭഗവാന്റെ അടുത്ത് വരിക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പുണ്യമായി ഇവർ കാണുന്നത്. അല്ലെങ്കിൽ ഇവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്ത് വരിക എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ശംഭു മല്ലികൻ ബാഗ്ബസാറിൽ നിന്നും നടന്നാണ് ദക്ഷിണേശ്വരത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ദൂരം വരേണ്ട, വളരെ ദൂരമുണ്ട്, നടന്നു വരാൻ പറ്റുന്ന ദൂരമല്ല, വളരെ ദൂരം കൂടുതലാണ്. അപ്പോൾ ഇത്രയും ദൂരമില്ലേ, വണ്ടി പിടിച്ച് വന്നൂടെ? വല്ല അപകടവും പറ്റിയാൽ കാര്യം ഈ വഴി കൂടെ സഞ്ചരിക്കുമ്പോൾ വല്ല വണ്ടിയും മുട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റാമല്ലോ, അതേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇങ്ങനെ അപകടമൊക്കെ പറ്റില്ല, അതുകൊണ്ട് വണ്ടി പിടിച്ച് വന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശംഭു ചരൺ മല്ലിക്ക് പറയുന്നൊരു മറുപടിയുണ്ട്. ഞാൻ ഭഗവത് നാമം ഉച്ചരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഭഗവത് നാമം ഉച്ചരിച്ചു നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം അയാളെ രക്ഷിക്കും. അയാൾക്ക് ഒരു അപകടവും സംഭവിക്കില്ല. സദാ ആ നടക്കുമ്പോഴും എല്ലാം ഭഗവത് നാമം ഉച്ചരിക്കുകയാണ്. ഈ ശംഭു ചരൺ മല്ലിക്കും വലിയ ധനവാനാണ്. ആലോചിച്ച് നോക്കണം, വലിയ ധനവാനാണ്. സ്വന്തം കാര്യത്തിൽ ഇങ്ങനെ ചില പിശുക്ക് കാണിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് ഇവരൊക്കെ. നോക്കൂ, ശംഭു ചരൺ മല്ലിക്ക് നേരത്തെ നമ്മൾ മണിലാൽ മല്ലികൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ശംഭു ചരൺ മല്ലിക്ക് ഇതുപോലെ നടന്നും സ്വന്തം ആവശ്യത്തിന് ഒരു പൈസ പോലും പാഴാക്കി കളയാതെ ജീവിക്കുന്ന ശംഭു ചരൺ മല്ലിക്ക് ശാരദാദേവി നഹബത്തിൽ താമസിക്കുന്നത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. കാരണം നഹബത്തിൻ്റെ വലിപ്പം ഒരു 5 അടി വ്യാസത്തിലുള്ള ഒരു ചെറിയ മുറിയാണ്. നമ്മളിത് പലതവണ നഹബത്തിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ആ മുറിയിൽ, നഹബത്ത് പോലുള്ളൊരു കൊച്ചു മുറി, കുടുസു മുറിയിൽ ശാരദാദേവി കഴിയുന്ന, അതിനകത്ത് പാചകം ചെയ്യണം, അവിടെ കിടക്കണം. ഈ ചുറ്റുപാടുകളിൽ ദേവി കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നാലോചിച്ച് സങ്കടം വന്നിട്ട് ഈ ശംഭു ചരൺ മല്ലിക്ക് ചെയ്തത് ഗംഗയുടെ തീരത്ത് സ്ഥലം വാങ്ങി വളരെ വിശാലമായൊരു കെട്ടിടം പണിയുകയാണ് ചെയ്തത്. അത്രയും ശാരദാദേവിക്ക് വേണ്ടി മാത്രം, ശാരദാദേവി താമസിക്കാൻ വേണ്ടി മാത്രമാണ് ശംഭു ചരൺ മല്ലിക്ക് ഗംഗയുടെ തീരത്ത് ഒരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു കെട്ടിടം പണിയുന്നത്. അത് തന്നെ വലിയ ത്യാഗം സഹിച്ചാണ്. ത്യാഗം എന്ന് വെച്ചാൽ ധനമില്ലായ്മ കൊണ്ടല്ല, ഏറ്റവും ദേവിക്ക് താമസിക്കാനുള്ള കെട്ടിടം എന്ന് പറയുമ്പോൾ ഈ എങ്ങനെയെങ്കിലും കെട്ടിയാൽ പോരാ, അത് ഏറ്റവും നല്ല കെട്ടിടം, അന്നത്തെ കാലത്ത് സാധിക്കാവുന്നതിൽ ഏറ്റവും നല്ല കെട്ടിടം നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ തടികളൊക്കെ ഈ തടി വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്ന് നല്ല ഉരുപ്പടികൾ വാങ്ങിയിട്ട് തടി മേടിച്ചിട്ട് ഈ തടി
കൂട്ടിക്കെട്ടി ഗംഗയിലൂടെ ഒഴുക്കിക്കൊണ്ടുവന്ന് ഈ കെട്ടിടത്തിൻ്റെ സൈറ്റിൽ കൊണ്ടുവന്ന് വേണം പണി ചെയ്യാൻ. അങ്ങനെ ഈ തടി ഒഴുക്കിക്കൊണ്ട് വന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഗംഗയിൽ വേലിയേറ്റമുണ്ടാകുകയും ഈ തടി മുഴുവൻ കെട്ടൊക്കെ പൊട്ടി ഒലിച്ചുപോയി. ആ തടി മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വലിയൊരു നഷ്ടം, ഭീമമായ നഷ്ടമാണ് ശംഭുചരൺ മല്ലിക്കിന് സംഭവിച്ചത്. കെട്ടിടം പണിയൊട്ട് തുടങ്ങാനും പറ്റിയില്ല. ശാരദാദേവിയുടെ ആ കഷ്ടപ്പാട് കണ്ടിട്ടുള്ള വിഷമം കൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. തൻ്റെ എല്ലാ നഷ്ടങ്ങളും മറന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും ഉരുപ്പടികളെല്ലാം സംഘടിപ്പിച്ച് ആ കെട്ടിടം പണിഞ്ഞു. ഏതാണ്ട് കുറച്ച് നാൾ ശാരദാദേവി അവിടെ താമസിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് പിന്നെ ശാരദാദേവി നേരെ ജയറാം ബാട്ടിയിലേക്ക് പിന്നീട് പോവുകയാണ് ഉണ്ടായത്. അപ്പം ഇത് ഓരോ ഭക്തന്മാരുടെ അവരുടെ ആ ഒരു ഭഗവാനോടുള്ള അല്ലെങ്കിൽ ദേവിയോടുള്ള അമ്മയോടുള്ള അവരുടെയൊക്കെ ഒരു സമർപ്പണ ഭാവത്തിന് ഇതിൽ പരം നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റും? ഈ ശംഭുചരൺ മല്ലിക്കിന് ദക്ഷിണേശ്വരത്ത് സ്ഥലമുണ്ട്. തൊട്ടടുത്ത് സ്വന്തം സ്ഥലവും വീടും ഒക്കെ ഉള്ള ആളാണ്. അവിടെ ഒരു ഡിസ്പെൻസറിയും മെഡിക്കൽ ഷോപ്പും തുടങ്ങി. കാരണം സാധുക്കളായ ആളുകൾക്ക് ചുരുങ്ങിയ ചെലവിൽ ചികിത്സ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ദക്ഷിണേശ്വരത്തിനടുത്ത് ശംഭു മല്ലികൻ ഒരു ഡിസ്പെൻസറിയും അതുപോലെ ഒരു മെഡിക്കൽ ഷോപ്പും തുടങ്ങി. അപ്പോൾ ഒരിക്കൽ അത് വലിയ രസമുണ്ട്. ഭഗവാൻ ഒരിക്കൽ ഭഗവാൻ നടന്നാണ് ഇത് തൊട്ടടുത്താണ്. അപ്പോൾ നടക്കും അതിൽ ദക്ഷിണേശ്വരത്തെ ഈ വഴി കൂടെ നടക്കും. അപ്പോൾ ഭഗവാൻ ഒരിക്കൽ എന്തോ അസുഖത്തിന് എന്തോ മരുന്ന് മേടിക്കണമായിരുന്നു, എന്തോ ഗുളികയോ അല്ലെങ്കിൽ എന്തോ ഔഷധം മരുന്ന് മേടിക്കണമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പം ശംഭുചരൺ മല്ലിക്ക് ഇല്ലായിരുന്നു. പകരം അവിടെ നിൽക്കുന്ന ആളായിരുന്നു. അപ്പോൾ അയാൾ എടുത്ത് കൊടുത്തു. ശംഭുചരൺ മല്ലിക്കിൻ മരുന്നെടുത്ത് കൊടുത്തു. ശംഭുചരൺ മല്ലിക്ക് ആ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ മരുന്നെടുത്ത് കൊടുത്തു. അപ്പോൾ ഭഗവാൻ ഇതുമായിട്ട് തിരിച്ച് വരുന്ന സന്ദർഭത്തിൽ ഈ മരുന്നും മേടിച്ചുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് നടന്നു വരുന്ന പകുതി എത്തിയപ്പോഴാണ് ഭഗവാന് ഒരു വല്ലാത്ത വിഷമം തോന്നിയത്. കാരണം ശംഭുചരൺ മല്ലിക്കിനോട് പറയാതെയാണ് ഇത് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ പറയാതെ മേടിച്ചുകൊണ്ട് വരുന്ന ഒരു വസ്തു മോഷണ മുതലിന് തുല്യമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. എടുത്തു കൊടുത്തത് ഡിസ്പെൻസറിയിലെ ജീവനക്കാരനാണ്, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ ഉടമ ഇത് അറിഞ്ഞിട്ടില്ലല്ലോ. ഉടമയോട് പറയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവിടെ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലാത്ത സ്ഥിതിക്ക് ആ മരുന്ന് ഭഗവാനാണെങ്കിൽ മരുന്ന് ആവശ്യമാണ്. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നത്, അല്ലെങ്കിൽ അവിടുന്ന് ആ ജീവനക്കാരനെടുത്ത് കൊടുത്തത് താൻ വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. തെറ്റായിപ്പോയി. അത് മോഷണ മുതലിന് തുല്യമാണെന്ന് പറഞ്ഞ് ഭഗവാൻ അത് തിരിച്ചു കൊണ്ടു കൊടുക്കാൻ തിരിച്ചുപോയി. അങ്ങനൊരു ഭാഗം ശംഭുചരൺ മല്ലിക്കിൻ്റെ ഭാഗം പറയുമ്പോൾ കാണാം. അതുപോലെ ശംഭുചരൺ മല്ലിക്കാണ് ഈ ബൈബിളിൽ നിന്ന് ഈ ബൈബിൾ കേട്ടതുകൊണ്ടാണ് ശംഭുചരൺ മല്ലിക്ക് ബൈബിൾ വായിച്ചു കൊടുക്കും. ഭഗവാൻ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും ശംഭുചരൺ മല്ലിക്ക്. അപ്പോൾ ഈ ശംഭുചരൺ മല്ലിക്ക് ബൈബിളിനെക്കുറിച്ച് വായിച്ച് കൊടുത്ത് മനസ്സിലുണ്ടായ ഒരു ഇമേജ്, ഭഗവാൻ അതിനെക്കുറിച്ചൊരു ഇമേജ് മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഈ ദക്ഷിണേശ്വരത്തിന് അടുത്ത് തന്നെ ഈ ശംഭുചരൺ മല്ലിക്കിൻ്റെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള യദുമല്ലികൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്. ആ വീട്ടിൽ ഭഗവാൻ ഒരിക്കൽ ചെന്നപ്പോൾ ഉണ്ണിയേശുവിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന മാതാവിൻ്റെ ചിത്രം കണ്ട് ആകൃഷ്ടനാകാൻ കാരണം ഈ ശംഭുചരൺ മല്ലിക്ക് ബൈബിൾ വായിച്ചു കൊടുത്തിട്ടുള്ള അറിവ് വെച്ചിട്ടാണ്. അങ്ങനെ ഒരു ബന്ധം ഈ വ്യക്തികൾ തമ്മിലുണ്ട്. ഇങ്ങനെ ഓരോ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എത്രമാത്രമാണ് ഈ അവതാര ലീലയുടെ വായനയെ നമുക്ക് മഹത്തരമായൊരു അനുഭവമാക്കി മാറ്റുന്നത്. ഓരോരുത്തരും, ഓരോ വ്യക്തിയും ഈ അവതാര ലീലയിൽ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് വചനാമൃതത്തിൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ മാസ്റ്റർ മഹാശയൻ എഴുതി നമുക്ക് വേണ്ടി എഴുതി വെച്ചപ്പോൾ അതിൽ ഓരോ വ്യക്തികളുടെ കൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട്. എന്തായിരിക്കണം നമ്മുടെ ഉൾക്കാഴ്ച എന്നുള്ളത്. ആ ഉൾക്കാഴ്ചയാണ് ഏറ്റവും പ്രധാനം. ഭഗവാനെക്കുറിച്ച് എപ്പോൾ എവിടെ വച്ച് ചോദിച്ചാലും നമുക്ക് ഉത്തരങ്ങൾ ഉണ്ടാകണം. അത്രമാത്രം ഗഹനമായി നമ്മൾ ഇതെല്ലാം വായിച്ച് പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഞാൻ പറയാൻ കാരണം, ഇന്ന്
തിരുവല്ല ആശ്രമത്തിൽ ഡൽഹി ആശ്രമത്തിൻ്റെ സെക്രട്ടറി മഹാരാജ് ഇവിടെ വന്നിരുന്നു. പേര് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഡൽഹി ആശ്രമത്തിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. മാത്രമല്ല ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ആശുപത്രി ഡൽഹി ഇവിടെ കൽക്കട്ടയിലുള്ള ആശുപത്രിയിൽ ദീർഘകാലം സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച മഹാരാജാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് തിരുവല്ല ആശ്രമത്തിൽ ഇന്ന് വൈകിട്ട് അദ്ദേഹം സന്ദർശനം നടത്തി. അപ്പോൾ ഇവിടുത്തെ ഡിവോട്ടീസ് എല്ലാം അദ്ദേഹം അങ്ങോട്ട് പോയി, അവിടെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല രസകരമായ ഒരു പ്രഭാഷണമെന്നല്ല പറയേണ്ടത്, ഒരു ക്ലാസ്, ഒരു അധ്യാപകൻ എങ്ങനെ ക്ലാസ് എടുക്കും അതുപോലെ അദ്ദേഹം നല്ലൊരു ക്ലാസ് എടുത്തു. ഈ ക്ലാസ് അദ്ദേഹം ഈ ഭഗവാനെക്കുറിച്ചും വചനാമൃതത്തെക്കുറിച്ചുമാണ് കൂടുതൽ സംസാരിച്ചത്. വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. അപ്പോൾ വെറുതെ സംസാരിക്കുകയല്ല, അദ്ദേഹം ഇത് സംസാരിക്കുന്നതിനിടയിൽ മുൻപിലിരിക്കുന്ന ആളുകളോട് ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. അത് ആളുകളെ പോയിൻ്റ് ഔട്ട് ചെയ്ത് തന്നെ എണീപ്പിച്ച് ഉത്തരം പറയിപ്പിക്കും. അപ്പോൾ അദ്ദേഹം ഈ പ്രഭാഷണത്തിനിടയിൽ ഈ ചോദ്യം ചോദിക്കൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇത് അദ്ദേഹം പറയാൻ കാരണം, നമ്മൾ ഭക്തന്മാർ എപ്പോഴാണ് നമ്മൾ ഒരു ഭക്തൻ എന്നുള്ള അവകാശം നമുക്ക് ലഭ്യമാകുന്നത്? ഭഗവാനെക്കുറിച്ച് ഏത് സമയത്താര് ചോദിച്ചാലും ഉടൻ നമുക്ക് ഉത്തരം പറയാൻ പറ്റണം. അത്രമാത്രം ഭഗവാന്റെ കഥ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കണം. ഒരു സംശയമില്ലാതെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് അതാണ് ആ ചോദ്യത്തിന് ഉത്തരം. ഭഗവാനെക്കുറിച്ച് എന്തു ചോദിച്ചാലും, ഭഗവാന്റെ ജീവിതത്തിൽ ഭഗവാനെക്കുറിച്ച് ആധ്യാത്മിക വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനൊക്കെ പലതരത്തിൽ ഗഹനമായ വിഷയങ്ങൾ പക്ഷെ ഭഗവാനെക്കുറിച്ചുള്ളതിന് അത്രയും ഗഹനത വേണ്ടല്ലോ. ഭഗവാന്റെ ജീവിതം പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ഭഗവാന്റെ ജീവിതം പഠിക്കുക, ഭഗവാന്റെ ഉപദേശങ്ങൾ പഠിക്കുക, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ അത് എവിടെ വെച്ച് ആര് ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ പറ്റണം. ഇതായിരുന്നു സ്വാമി മഹാരാജ്. ആ ഉദ്ദേശം വെച്ചാണ് മഹാരാജ് സംസാരിക്കുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചത്. ഭാഗ്യവശാൽ നമ്മുടെ ഡിവോട്ടീസ് എല്ലാം കൃത്യമായി ഉത്തരം നൽകി. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം അത്രയും പ്രതീക്ഷിച്ചില്ല. കാര്യം അദ്ദേഹം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി വളരെ പ്രായം ചെന്ന അമ്മമാർ വരെ നൽകി. അപ്പം ആ തരത്തിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷം. അദ്ദേഹം അതായത് ആദ്യം പ്രഭാഷണത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വളരെ മുഖം കടിപ്പിച്ചൊക്കെ അങ്ങനെ വളരെ ഗൗരവസ്വരൂപനായിരിക്കുന്ന സന്ദർഭമായിരുന്നു. പിന്നീട് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൃത്യമായി ചെല്ലാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഭഗവാന്റെ ഈ ഡിവോട്ടീസിൻ്റെ ദാസനായി മാറി. അതാണ് ആ ഒരു ഭാവത്തിലേക്ക് അദ്ദേഹം മാറുകയാണ് ചെയ്തത്. അപ്പോൾ എവിടെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വലിയ വാക്കതാണ്, നമ്മൾ ഭഗവാനെക്കുറിച്ച് നമ്മളോട് എപ്പോഴാരെന്ത് ചോദിച്ചാലും പരമാവധി നമുക്ക് ഒരു ഉത്തരം പറയാൻ പറ്റണം. ഒരു 10 ചോദ്യം ചോദിച്ചാൽ 5 എണ്ണത്തിനെങ്കിലും നമ്മൾ കൃത്യമായി നമുക്ക് ഉത്തരം പറയാൻ മിനിമം സാധിക്കണം. അങ്ങനെയല്ല വേണ്ടത്, 10ന് 10 ഉത്തരം പറയുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഭഗവാനോട് എത്രമാത്രം സഖ്യത്തിലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ ഒരു സഖ്യഭാവമാണ് നമുക്ക് ആവശ്യം. മറ്റൊന്നും ഭഗവാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ സഖ്യഭാവം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ മണിമല്ലികൻ ദക്ഷിണേശ്വരത്ത് വന്ന് ശ്രീരാമകൃഷ്ണദേവനെ വണങ്ങി എന്ന് വായിച്ചെടുത്താണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ വായിച്ച് നിർത്തിയത് അവിടെ ഈ ഭാഗം തുടങ്ങുന്ന അവിടെ വെച്ചാണ്. മണിമല്ലികൻ കാശിക്ക് പോയ വിശേഷമാണ് ഇനി നമുക്ക് അവിടെ വച്ച് സന്യാസിമാരെ ആരെയൊക്കെ കണ്ടു, അതിൽ പ്രധാനപ്പെട്ട ത്രൈലിംഗസ്വാമിയെ കണ്ട കാര്യമൊക്കെ ഇനി വരുന്ന വിശേഷണങ്ങളിൽ ഇനി വരുന്നുണ്ട്. മണിമല്ലികന് ഈ സിന്ദൂര്യാപ്പടിയിലും വരാഹനഗരത്തിലും വീടുള്ളത് പോലെ കാശിയിലും വലിയൊരു ബംഗ്ലാവുണ്ട്. ആ കാശിയിൽ പോയിട്ട് വന്നപ്പോഴാണ് നമ്മളിപ്പോൾ ഈ ഭാഗം നമ്മൾ വചനാമൃതത്തിൽ വായിക്കുന്നത്. കാശിയിൽ പോയിട്ട് അദ്ദേഹം വന്ന് ഭഗവാന്റെ മുന്നിൽ വന്ന് ഇരുന്ന് ആ കാശിയിലെ വിശേഷങ്ങൾ ഇനി പറയാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ എത്തിയില്ല, അതിനിപ്പോൾ ഇന്ന് സമയമില്ലാതെ നമ്മൾ അടുത്ത ദിവസം പോവാം. അപ്പോൾ ആലോചിച്ച് നോക്കണം, മണിലാൽ മല്ലികൻ്റെ ആ വലിപ്പം അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സിന്ദൂര്യാപ്പടിയിലും വരാഹനഗരത്തിലുമൊക്കെ വൻ ബംഗ്ലാവുകളുള്ള ഈ മണിമല്ലികൻ കാശിയിലും സ്വന്തമായി വലിയൊരു ബംഗ്ലാവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മണിമല്ലികനാണ് ഭഗവാനെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് നടന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കുതിരവണ്ടി പിടിച്ചും ഒക്കെ വന്നാണ് നിരന്തരം ഭഗവത് സാന്നിധ്യത്തിന് വേണ്ടി ദക്ഷിണേശ്വരത്ത് വരുന്നത്. അപ്പം അവരുടെയൊക്കെ ഒരു
ത്യാഗം, പിശുക്കല്ല, പിശുക്കെന്നല്ല അതിൻ്റെ അർത്ഥം, കളിയാക്കി പറയുന്നത് പിശുക്കല്ലത്. ആ പണം മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനാണ് അയാൾ തയ്യാറാകുന്നത്. അയാൾ വാടക വണ്ടിയിൽ ഷെയർ എടുത്ത് വരുമ്പോൾ ആ ബാക്കി അയാൾ ഒരു മുഴുവൻ വണ്ടിക്ക് എങ്ങനെ പണം ഉപയോഗിച്ചാൽ എന്താകുമോ അതയാൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. അതാണ് ദക്ഷിണേശ്വരത്തിൻ്റെ മുഴുവൻ സ്ഥലത്തിൻ്റെയും വിലയുടെ പാതി ഭാഗം അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത്, അതിന് തുല്യമായ തുക മാറ്റിവെച്ചിരിക്കുന്നത് പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. ഇപ്പം എത്രമാത്രമാണ് ഇവർക്ക് എന്നിട്ട് ഭഗവാനെ ദിവസവും അല്ലെങ്കിൽ പറ്റുന്നിടത്തോളം സമയമെല്ലാം ഭഗവാനെ വന്ന് കാണാൻ കഴിയും. എന്നാൽ ഭഗവാൻ നിർദ്ദേശിച്ച ആ വഴിയിലല്ല അവർ സഞ്ചരിക്കുന്നത്. കാര്യം അവർ ബ്രഹ്മസമാജത്തിൻ്റെ ആളുകളാണെന്നും കൂടെ ആലോചിക്കണം. അപ്പം എത്രമാത്രമാണ് ബ്രഹ്മസമാജത്തിലെ വ്യക്തികളെ ഭഗവാൻ മാറ്റിയെടുത്തത് എന്നുള്ളതും കൂടെ ബ്രഹ്മസമാജത്തിലെ വ്യക്തികളുടെ മാറ്റത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനം കൂടിയാണ് ഈ മണിമല്ലികനെ പോലുള്ളവരുടെ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതാണ് മണിമല്ലികൻ്റെ കഥയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രാധാന്യം. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഇത്തരം ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരുടെ ജീവിതമാണ് നമ്മൾ മനനം ചെയ്ത് നമ്മൾ എത്രമാത്രമാണ് ഭഗവത് പ്രേമത്തിൽ നമ്മൾ എത്രമാത്രമാണ് അതിന് അവകാശമുള്ളവരാകുന്നതെന്ന് നമ്മൾ സ്വയം വിലയിരുത്തുന്ന ഒരു ഭാഗം കൂടിയാണ് വചനാമൃതത്തിൽ മണിമല്ലികൻ്റെ കഥ പറയുന്ന ഭാഗം. അടുത്ത് നമുക്ക് കാശി വിശേഷങ്ങൾ അടുത്ത ദിവസം പറയാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. സ്വാമിജി വന്നിരുന്നു പറഞ്ഞു. ഞങ്ങളൊക്കെ പോയിരുന്നു. അത് ശരി. അപ്പോൾ ശോഭ ചേച്ചി അവിടെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ സത്സംഗത്തിൽ എത്തിയെന്ന്. ഞാൻ ഇടയ്ക്ക് വെച്ച് സത്സംഗത്തിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി ഇങ്ങ് പോരുമായിരുന്നു. അവിടെ സത്സംഗം നടന്നുകൊണ്ടിരിക്കുക 7 മണിയായിട്ടും. സംസാരിച്ചു അതെ. പറഞ്ഞു ഇവിടെ വന്നപ്പോൾ അത് പറഞ്ഞു. മാവേലിക്കര, കായംകുളം, ഹരിപ്പാട് അങ്ങനെ പലയിടത്തും പോയി, പല ആശ്രമങ്ങളും പോയി എന്ന് പറഞ്ഞു. ഇനി നാളെ പാല, മൂവാറ്റുപുഴ, വൈറ്റില, അതുപോലെ കാലടിയിൽ നാളെ സ്റ്റേ ചെയ്യും, മറ്റന്നാൾ പോവും എന്നാണ് പറഞ്ഞത്. ഇന്ന് തിരുവല്ലയിൽ സ്റ്റേ ചെയ്യുന്നു. വലിയൊരു അനുഭവമായിരുന്നു സ്വാമിയുടെ പ്രഭാഷണം കേൾക്കൽ, വലിയ അനുഭവം. നമസ്കാരം. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി നമഃ.